പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഉൽപാദനമാണ് ഉണർവ്. ഈ കഥ കേൾക്കൂ. സമ്പൽ സമൃദ്ധമായ വനത്തിൽ മൃഗങ്ങളെല്ലാം മടികൂടാതെ പണിയെടുത്തിരുന്നു. വീരൻ കരടി അതിരാവിലെ കൃഷിത്തോട്ടത്തിലേക്ക് പുറപ്പെടും. ഗജ്ജു ആന തോട്ടത്തിലേക്ക് ആവശ്യമുള്ള ജലമെത്തിക്കും. ചില്ലു അണ്ണാൻ വിത്തുകൾ ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കും. പുതിയ ആശയങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കാൻ മിത്രൻ കുറുക്കൻ സമർത്ഥനായിരുന്നു. എല്ലാവർക്കും ഓരോ ചുമതല. ഒരു ദിവസം കാട്ടിൽ ദേശീയ ഉൽപാദനക്ഷമതാ ദിനം ആഘോഷിക്കാമെന്ന് സിംഹരാജാവ് പ്രഖ്യാപിച്ചു. ഉൽപാദനം കൂട്ടുക മാത്രമല്ല, ഗുണമേന്മയും കാര്യക്ഷമതയും നവീകരണവും കൂടി ഉണ്ടാവണം, രാജാവ് പറഞ്ഞു. കില്ലുകുറുക്കൻ, മോനുകുരങ്ങൻ, കിത്തുപൂച്ച, മായൻ കരടി തുടങ്ങിയ മഹാമടിയന്മാർ അതിനെ എതിർത്തു. ഇത്രയും ജോലി എന്തിനാ, കുറച്ച് വിശ്രമിക്കാം എന്ന് പറഞ്ഞ് അവർ പണി മുടക്കാൻ തീരുമാനിച്ചു. പണി ചെയ്യാതെ ഇരുന്നാൽ കൂടുതൽ പണിയെടുക്കുന്നത് നിർത്തും. നമ്മളെ പണിയെടുപ്പിക്കില്ല അവർ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശ്രമിക്കാം, അവർ പറഞ്ഞു. ഇത് കേട്ട് ലല്ലു അണ്ണാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് കൂടുതൽ ബുദ്ധിയോടെ പണിയെടുക്കാം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഫലം ലഭിക്കുന്ന രീതികൾ പരീക്ഷിക്കാം. ഗജ്ജു ആന മഴവെള്ളം ശേഖരിക്കാൻ പുതിയ കുളം നിർമ്മിച്ചു. ജഗ്ഗു കരടി പഴയ കൃഷി ഉപകരണങ്ങൾ പുതുക്കി. മിത്രൻ കുറുക്കൻ വിത്തുകൾ വേഗത്തിൽ നട്ടുവളർത്താൻ പുതിയ രീതികൾ പരീക്ഷിച്ചു. പക്ഷികൾ വിത്തുകൾ ദൂരത്തേക്ക് വിതറി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാട്ടിൽ വിളവ് ഇരട്ടിയായി. വെള്ളം ലാഭിക്കാൻ സാധിച്ചു, മാലിന്യം കുറയ്ക്കാനും. എല്ലാവരും സന്തോഷത്തോടെ പണിയെടുത്തു. പണിമുടക്കിയ മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു. നമ്മളില്ലെങ്കിലും കാട് കൂടുതൽ കൂടുതൽ മുന്നേറുന്നു, അവർ തിരിച്ചറിഞ്ഞു. പണിയെടുക്കുന്നത് ശിക്ഷയല്ല, വളർച്ചയിലേക്കുള്ള വഴിയാണ്. അവരും കൂട്ടത്തിൽ ചേർന്ന് പണിയെടുത്തു. ഇനി മുതൽ കൂടുതൽ ജോലി എന്നതല്ല, കൂടുതൽ ബുദ്ധിയോടെ കൂട്ടായ്മയോടെ ജോലി എന്നതാണ് മുദ്രാവാക്യം. ആ വർഷം മുതൽ വനത്തിൽ ഉൽപാദനക്ഷമതാ ദിനം ഒരു ഉത്സവമായി മാറി. പരിസ്ഥിതി സംരക്ഷണവും ഗുണമേന്മയും വിഭവ വികസനവും ഒത്തുചേരുന്ന ഒരു വികസന ആശയമായി. മിത്രൻ കുറുക്കൻ പറഞ്ഞു, ഉൽപാദനക്ഷമത എന്നത് കൂടുതൽ ജോലി ചെയ്യുക മാത്രമല്ല, ബുദ്ധിയോടെ കാര്യക്ഷമമായി കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് എല്ലാവർക്കും നേട്ടമുണ്ടാക്കുക എന്നതുകൂടിയാണ്. പണി മുടക്കുന്നതല്ല, പണിയെടുക്കുന്നതാണ് മികവ്, ഗജ്ജു കൂട്ടിച്ചേർത്തു. മടിയന്മാർ നാണത്തോടെ അത് സമ്മതിച്ചു.